ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എം ലക്ഷ്മിനാഥ് ഇന്ത്യൻ പൊളിറ്റിയുടെ 17ാമത്തെ ചാപ്റ്ററാണ് ദ പ്രസിഡന്റ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പരമോന്നത പദവിയായ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നത്. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഈ സങ്കീർണമായ പ്രക്രിയയും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി നമുക്കൊന്ന് അടുത്തറിയാം. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല, മറിച്ച് ഇലക്ടറൽ കോളേജ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സമിതിയാണ്. ഈ കോളേജിൽ ആരെല്ലാമാണ് അംഗങ്ങൾ? പാർലമെന്റിന്റെ ഇരുസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതായത് രാജ്യസഭയിലെ ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇതുകൂടാതെ സംസ്ഥാനങ്ങളിലെ നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതായത് നമ്മുടെ MLA മാർ. ഇതുകൂടാതെ ഡൽഹി, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അപ്പോൾ ഇവർ കൂടിച്ചേരുന്നതാണ് ഇലക്ട്രൽ കോളേജ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതായുണ്ട്. പാർലമെന്റിന്റെ 2 സഭകളിലെ നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാറില്ല. അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ നോമിനേറ്റഡ് അംഗങ്ങളും തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല. ഇതുകൂടാതെ നിയമസഭ കൗൺസിൽ അല്ലെങ്കിൽ വിധാൻ പരിഷത്തിലെ അംഗങ്ങൾ അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായാലും നോമിനേറ്റഡ് ആയാലും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു നിയമസഭ പിരിച്ചുവിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അംഗങ്ങൾക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാനായി അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഒരു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങളും യൂണിയനും തമ്മിലുമുള്ള വോട്ടിന്റെ മൂല്യത്തിൽ ഏകീകൃത സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ഇത് എങ്ങനെയാണ് ഇനി കണക്കാക്കപ്പെടുന്നത്? ഓരോ സംസ്ഥാനത്തെയും നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരംഗം, അതായത് MLA-യുടെ വോട്ടിന്റെ മൂല്യം കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. സംസ്ഥാനത്തിന്റെ ആകെ ജനസംഖ്യയെ നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആകെ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. ഈ ഹരണഫലത്തെ 1000 കൊണ്ട് വീണ്ടും ഹരിച്ചാണ് ഒരു MLA-യുടെ വോട്ടിന്റെ മൂല്യം കണക്കാക്കുന്നത്. 1000-ൽ താഴെയുള്ള സംഖ്യകളെ പൂർണ്ണസംഖ്യയായി ഇവിടെ കണക്കാക്കുകയും ചെയ്യുന്നു. അടുത്തതായി പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരംഗം, അതായത് MP-യുടെ വോട്ടിന്റെ മൂല്യം കണക്കാക്കുന്നതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും MLA-മാരുടെ വോട്ടുകളുടെ ആകെ മൂല്യത്തെ പാർലമെന്റിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആകെ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് ഒരു MP-യുടെ വോട്ടിന്റെ മൂല്യം കണക്കാക്കുന്നത്. ഈ രീതിയിൽ ഓരോ MLA-മാർക്കും ഓരോ MP-മാർക്കും നിശ്ചിത മൂല്യമുള്ള വോട്ടുകൾ ലഭിക്കുകയും ചെയ്യുന്നു. ഇവിടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടക്കുക പ്രൊപ്പോഷണൽ റെപ്രസെന്റേഷൻ എന്ന തത്വമനുസരിച്ച് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ്. ഇവിടെ വോട്ടെടുപ്പ് നടക്കുക ഒരു രഹസ്യ ബാലറ്റിന്റെ സഹായത്തോടു കൂടിയുമായിരിക്കും. ഇതിൽ നിന്നും വിജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക്, അതായത് ഭൂരിപക്ഷത്തെ ഉറപ്പാക്കുന്ന ഒരു നിശ്ചിത കോട്ട വോട്ടുകൾ ലഭിച്ചിരിക്കേണ്ടതായുണ്ട്. ഈ കോട്ട കണക്കാക്കുന്നത് താഴെ പറയുന്ന ഫോർമുല ഉപയോഗിച്ചാണ്. അതായത് ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടുകളെ 2 കൊണ്ട് ഹരിച്ച് അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ ലഭിക്കുന്ന സംഖ്യയാണ് ഈ ക്വാട്ട എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ട്രൽ കോളേജിലെ ഓരോ അംഗത്തിനും ഒരൊറ്റ ബാലറ്റ് പേപ്പറാണ് ലഭിക്കുക. വോട്ടർമാർ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ അവരുടെ മുൻഗണനാക്രമം 1, 2, 3 എന്നിങ്ങനെ രേഖപ്പെടുത്തണം. ആദ്യഘട്ടത്തിൽ ആദ്യത്തെ മുൻഗണനാ വോട്ടുകളാണ് എണ്ണപ്പെടുക. ഈ ഘട്ടത്തിൽ തന്നെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ആവശ്യമായ കോട്ട ലഭിക്കുകയാണെങ്കിൽ ആ വ്യക്തി വിജയിച്ചതായി പ്രഖ്യാപിക്കും. ഇനി കോട്ട ലഭിച്ചില്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് വോട്ട് അല്ലെങ്കിൽ വോട്ട് കൈമാറ്റം എന്ന പ്രക്രിയ ആരംഭിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞ ആദ്യ മുൻഗണനാ വോട്ടുകൾ ലഭിച്ച സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്നും ഒഴിവാക്കുന്നു. അദ്ദേഹത്തിന് ലഭിച്ച 2ാം മുൻഗണനാ വോട്ടുകൾ അല്ലെങ്കിൽ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട്സ് മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ മുൻഗണനാ വോട്ടുകളോട് ഇവിടെ കൂട്ടിച്ചേർക്കും. ഈ പ്രക്രിയ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ക്വാട്ട ലഭിക്കുന്നതുവരെ തുടർന്ന് പോരുകയും ചെയ്യുന്നു. അടുത്തതായി
രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾ അന്വേഷിക്കുവാനും തീർപ്പ് കൽപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്തം സുപ്രീം കോടതിക്കാണ്. സുപ്രീം കോടതിയുടെ തീരുമാനം എന്തു തന്നെയായാലും അത് അന്തിമമായിരിക്കുകയും ചെയ്യും. ഇലക്ടറൽ കോളേജ് പൂർണ്ണമല്ല എന്ന കാരണത്താൽ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യുവാനായി സാധിക്കുന്നതുമല്ല. അതായത് അംഗങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ പോലും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്യുവാനായി സാധിക്കുന്നതല്ല എന്ന് ചുരുക്കം. സുപ്രീം കോടതി ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം അതിനു മുമ്പ് രാഷ്ട്രപതിയായി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം തന്നെ സാധുത ഉണ്ടായിരിക്കുന്നതുമാണ്. ഇവിടെ ഭരണഘടനാ നിർമ്മാതാക്കൾ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി പരോക്ഷ തിരഞ്ഞെടുക്കുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളായിരുന്നു. നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭയിലാണ് യഥാർത്ഥ അധികാരം. രാഷ്ട്രപതി ഒരു നോമിനൽ എക്സിക്യൂട്ടീവ് അഥവാ നാമമാത്ര ഭരണാധികാരി മാത്രമാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ യഥാർത്ഥ അധികാരമില്ലാത്ത ഒരാൾക്ക് വലിയ ജനകീയ പിന്തുണ ലഭിക്കുന്നത് അസ്വാഭാവികമായി മാറുന്നതാണ്. രണ്ടാമതായി, വലിയ വോട്ടർമാരുള്ള രാജ്യത്ത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് വളരെ ചിലവേറിയതും സമയം കളയുന്നതുമാണ്. രാഷ്ട്രപതി ഒരു പ്രതീകാത്മക തലവനായതിനാൽ ഇത് അനാവശ്യമാണെന്ന് ഭരണഘടനാ നിർമ്മാതാക്കൾ കരുതുകയുണ്ടായി. മൂന്നാമതായി, പാർലമെന്റ് മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളായി രാഷ്ട്രപതി മാറിയേക്കാം. എന്നാൽ നിലവിലെ സമ്പ്രദായം സംസ്ഥാനങ്ങളെയും യൂണിയനെയും തുല്യമായി പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രപതിയെ ഉറപ്പാക്കുന്നു. രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒരു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ട യോഗ്യതകൾ എന്തെല്ലാമാണ്? ഒന്നാമതായി, അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമതായി, അദ്ദേഹത്തിന് കുറഞ്ഞത് 35 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതായുണ്ട്. മൂന്നാമതായി, അദ്ദേഹം ലോക്സഭ അംഗമായി തിരഞ്ഞെടുക്കുവാൻ യോഗ്യനായിരിക്കണം. നാലാമതായി, അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെയോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെയോ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയോ അതുമല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പൊതു അധികാരികളുടെയോ കീഴിൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭകരമായ പദവി വഹിക്കുവാനായി പാടുള്ളതല്ല. അപ്പോൾ ഈ കൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യവുമുണ്ട്. നിലവിലെ ഒരു രാഷ്ട്രപതി അതുമല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, ഇനി ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ അല്ലെങ്കിൽ യൂണിയനിലെയോ സംസ്ഥാനത്തിലെ ഒരു മന്ത്രി എന്നിവർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് വഹിക്കുന്നവരായി കണക്കാക്കപ്പെടുന്നില്ല. ആയതിനാൽ തന്നെ അവർക്കൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുവാനുള്ള യോഗ്യത ഉള്ളവരായിരിക്കും. അടുത്തതായി, രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാളുടെ നോമിനേഷനും സെക്യൂരിറ്റി ഡെപ്പോസിറ്റുമാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക കുറഞ്ഞത് 50 വോട്ടർമാർ നിർദ്ദേശകർ അല്ലെങ്കിൽ പ്രൊപ്പോസേഴ്സായും 50 വോട്ടർമാർ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ സെക്കൻഡേഴ്സായും ഒപ്പിട്ടിരിക്കണം. കൂടാതെ സ്ഥാനാർത്ഥി 15,000 രൂപ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കെട്ടിവച്ച തുകയായി കാണിക്കുകയും വേണം. അങ്ങനെ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷൻ നടന്നതിന് ശേഷം പോൾ ചെയ്ത വോട്ടുകളുടെ 6ൽ 1 അംശം നേടുന്നതിൽ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണെങ്കിൽ ഈ കെട്ടിവച്ച തുക നഷ്ടമാകുന്നതുമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായുണ്ട്. 1997 മുമ്പ് നിർദ്ദേശകരും പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 10 വീതമായിരുന്നു. അതായത് പ്രൊപ്പോസേഴ്സും സെക്കൻഡേഴ്സും 10 വീതം മതിയായിരുന്നു. കൂടാതെ കെട്ടിവെച്ച തുക 2,500 രൂപയും. തിരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം ഇല്ലാതെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിരുത്സാഹപ്പെടുത്താനാണ് 1997 ഇത് വർദ്ധിപ്പിക്കുക ഉണ്ടായത്. അടുത്തതായി രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയാണ്. രാഷ്ട്രപതി സത്യപ്രതിജ്ഞയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. എന്തൊക്കെയാണ്? ടു ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് ദ ഓഫീസ്, പദവി വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നത്. രണ്ടാമതായി, ടു പ്രിസർവ്, പ്രൊട്ടക്ട് ആൻഡ് ഡിഫെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ലോ, ഭരണഘടനയും നിയമത്തെയും സംരക്ഷിക്കുവാനും ഡിഫെൻഡ് ചെയ്യുവാനും കാത്തു സൂക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്തം കാണിക്കുന്നു. മൂന്നാമതായി, ടു ഡിവോട്ട് ഹിംസെൽഫ് ടു ദ സർവീസ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങളുടെ സേവനത്തിനും ക്ഷേമത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുന്നു. അടുത്തതായി,
രാഷ്ട്രപതിക്ക് ആരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് ഒരു അഭാവം വരികയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയായിരിക്കും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുക. കൂടാതെ രാഷ്ട്രപതിയായി പ്രവർത്തിക്കുകയോ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുകയോ ചെയ്യുന്ന മറ്റ് ഏതൊരു വ്യക്തിയും സമാനമായ സത്യപ്രതിജ്ഞ എടുക്കേണ്ടതായുമുണ്ട്. അടുത്തതായി രാഷ്ട്രപതിയുടെ പദവിയിലെ വ്യവസ്ഥകളാണ്. ഭരണഘടന രാഷ്ട്രപതിയുടെ പദവിക്ക് കുറച്ചധികം വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹം പാർലമെന്റിന്റെ ഇരുസഭകളിലും അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കരുത്. ഒരു അംഗം രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം ആ പദവിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തന്നെ സഭയിൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് ഒഴിഞ്ഞതായി കണക്കാക്കും. രണ്ടാമതായി, അദ്ദേഹം മറ്റൊരു ഓഫീസോ പ്രോഫിറ്റും വഹിക്കുവാനായി പാടുള്ളതല്ല. മൂന്നാമതായി, ഔദ്യോഗിക വസതി, അതായത് രാഷ്ട്രപതി ഭവന്റെ ഉപയോഗത്തിന് വാടക നൽകേണ്ടതില്ലാത്ത അവകാശം അദ്ദേഹത്തിനുണ്ട്. നാലാമതായി, പാർലമെന്റ് നിർണയിക്കുന്ന അത്തരം വേതനങ്ങളും അലവൻസുകളും പ്രത്യേക അവകാശങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുവാൻ അർഹത ഉണ്ട് എന്നുള്ളതാണ്. അഞ്ചാമതായി, അദ്ദേഹത്തിൻ്റെ പദവി കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളവും അലവൻസുകളും കുറയ്ക്കുവാനായി പാടുള്ളതല്ല. അടുത്തത് രാഷ്ട്രപതിയുടെ ശമ്പളവും പ്രത്യേക അവകാശങ്ങളുമാണ്. 2018 പാർലമെന്റ് രാഷ്ട്രപതിയുടെ ശമ്പളം പ്രതിമാസം 1.5 ലക്ഷം രൂപയിൽ നിന്നും 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പെൻഷൻ 50% അതായത് 2 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ഒരു മാസം ലഭിക്കുന്ന പെൻഷൻ. കൂടാതെ മുൻ രാഷ്ട്രപതിമാർക്ക് ഫർണിഷ് ചെയ്ത വസതി, ഫോൺ സൗകര്യങ്ങൾ, കാർ, ചികിത്സാ സൗകര്യം, യാത്രാ സൗകര്യം, സെക്രട്ടേറിയറ്റ് സ്റ്റാഫ്, കൂടാതെ 1 ലക്ഷം രൂപ വരെയുള്ള പ്രതിവർഷ ഓഫീസ് ചിലവുകൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതാണ്. മരിച്ച രാഷ്ട്രപതിയുടെ പങ്കാളിക്ക് വിരമിച്ച രാഷ്ട്രപതിയുടെ പെൻഷന്റെ 50% നിരക്കിൽ കുടുംബ പെൻഷനും ഫർണിഷ് ചെയ്ത വസതിയും ഫോൺ സൗകര്യവും കാറ്, ചികിത്സാ സൗകര്യം, യാത്രാ സൗകര്യം, സെക്രട്ടേറിയറ്റ് സ്റ്റാഫ്, പ്രതിവർഷം 20,000 രൂപ വരെയുള്ള ഓഫീസ് ചെലവുകൾ എന്നിവയ്ക്കും അർഹതയുള്ളതാണ്. അടുത്തതായി രാഷ്ട്രപതിയുടെ പേഴ്സണൽ ഇമ്മ്യൂണിറ്റി പ്രിവിലേജുമാണ്. രാഷ്ട്രപതിക്ക് നിരവധി പ്രത്യേക അവകാശങ്ങൾക്കും പരിരക്ഷകൾക്കും അർഹതയുണ്ട്. തൻ്റെ ഔദ്യോഗിക നടപടികളിൽ നിന്നുള്ള നിയമപരമായ ബാധ്യതകളിൽ നിന്നും അദ്ദേഹം വ്യക്തിപരമായ പ്രതിരോധശേഷി അനുഭവിക്കുന്നു, അതായത് പേഴ്സണൽ ഇമ്മ്യൂണിറ്റി ഫ്രം ലീഗൽ ലയബിലിറ്റി. രണ്ടാമതായി, തൻ്റെ പദവി കാലയളവിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ നടപടികൾ പോലും ക്രിമിനൽ നടപടികളിൽ നിന്നും അദ്ദേഹം വിമുക്തനാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനോ തടവിലാക്കുവാനോ സാധിക്കുകയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ നടപടികളുമായി ബന്ധപ്പെട്ട് 2 മാസത്തെ നോട്ടീസ് നൽകിയ ശേഷം അദ്ദേഹത്തിൻ്റെ പദവി കാലയളവിൽ സിവിൽ നടപടികൾ സ്ഥാപിക്കുവാനായി കഴിയുന്നതാണ്. ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധിയും അദ്ദേഹത്തെ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഭരണഘടനാപരമായ നടപടിക്രമങ്ങളുമായ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ചുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം. എൻ്റെ ത്രോട്ടിന് നല്ല ഇൻഫെക്ഷനുണ്ട്, അതുകൊണ്ട് തന്നെ സൗണ്ടിന് കാര്യമായ പ്രശ്നങ്ങളുമുണ്ട്. അതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദ ടേം ഓഫ് പ്രസിഡൻസ് ഓഫീസ്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. രാഷ്ട്രപതി അധികാരമേൽക്കുന്ന തീയതി മുതൽ 5 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലാവധി. 5 വർഷം തികയുന്നതിനു മുൻപ് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്ഥാനമൊഴിയാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് വൈസ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ഉപ രാഷ്ട്രപതിക്കാണ്. ഇനി രാജിവെച്ചില്ലെങ്കിൽ പോലും കാലാവധി പൂർത്തിയാക്കുന്നതിനു മുമ്പ് രാഷ്ട്രപതിയെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ്.
ആ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. കാലാവധി 5 വർഷം കഴിഞ്ഞാലും പുതിയ പിൻഗാമി ചുമതല ഏൽക്കുന്നത് വരെ രാഷ്ട്രപതിക്ക് തൻ്റെ ഓഫീസിൽ തുടർന്നു പോരാനുള്ള അവകാശമുണ്ട്. കൂടാതെ അദ്ദേഹത്തിന് വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള യോഗ്യതയുമുണ്ട്. അതുപോലെ തന്നെ എത്ര തവണ വേണമെങ്കിലും അദ്ദേഹത്തിന് ഈ ഓഫീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്നതുമാണ്. ഇവിടെ നമ്മൾ ഒരു താരതമ്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിൽ ഒരാൾക്ക് 2-ൽ കൂടുതൽ തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയൊരു പരിധി നമ്മൾ നിശ്ചയിച്ചിട്ടില്ല. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് രാഷ്ട്രപതിയെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള പ്രക്രിയയായ ഇംപീച്ച്മെന്റിനെ കുറിച്ചാണ്. ഭരണഘടനയുടെ ലംഘനം അല്ലെങ്കിൽ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഒരു ഒറ്റ കാരണത്തിന്റെ പേരിലാണ് രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യുവാനായി കഴിയുക. എന്നാൽ എന്താണ് വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന ലംഘനം എന്ന വാചകത്തിന്റെ കൃത്യമായ അർത്ഥം എന്ന് നമ്മുടെ ഭരണഘടനയിൽ നിർവചിക്കപ്പെട്ടിട്ടില്ല. അടുത്തതാണ് ഇംപീച്ച്മെന്റിന്റെ നടപടിക്രമങ്ങൾ. ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങൾക്ക് തുടക്കമിടുവാൻ പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയ്ക്ക്, അതായത് ലോക്സഭയ്ക്കോ രാജ്യസഭയ്ക്കോ കഴിയുന്നതാണ്. ഈ ചാർജുകൾ ഏത് സഭയാണോ ചാർജ് തയ്യാറാക്കുന്നത് ആ സഭയിലെ ആകെ അംഗങ്ങളിൽ 4-ൽ 1 പേർ, അതായത് 1/4 ഒപ്പിട്ടിരിക്കണം. ചാർജുകൾ നൽകുന്നതിന് മുൻപായി രാഷ്ട്രപതിക്ക് 14 ദിവസം മുൻപ് നോട്ടീസ് തയ്യാറാക്കി നൽകുകയും ചെയ്യണം. അടുത്തതായി ചാർജുകൾ തയ്യാറാക്കിയ സഭ ആ സഭയുടെ അംഗബലത്തിന്റെ 2/3 ഭൂരിപക്ഷത്തിൽ എ മെജോറിറ്റി ഓഫ് 2/3 ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പിൽ ഇത് പാസാക്കേണ്ടതായുമുണ്ട്. അതിനെ തുടർന്ന് ഒരു സഭ പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ അത് മറ്റേ സഭയിലേക്ക് അയക്കുന്നു. ഉദാഹരണത്തിന് ലോക്സഭ പാസാക്കുകയാണെങ്കിൽ രാജ്യസഭയിലേക്ക്. ഈ രണ്ടാമത്തെ സഭ ഒരു അന്വേഷണ സമിതിയായി പ്രവർത്തിക്കുകയും ചാർജുകളിൽ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഈ അന്വേഷണത്തിൽ ഹാജരാകുവാനും തൻ്റെ ഭാഗം ന്യായീകരിക്കുവാനും പ്രതിനിധീകരിക്കപ്പെടുവാനുമുള്ള അവകാശം രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ സഭ അന്വേഷണത്തിന് ശേഷം ചാർജുകൾ ശരിവെക്കുകയും ആ സഭയുടെ ആകെ അംഗബലത്തിന്റെ 2/3 ഭൂരിപക്ഷത്തിൽ പ്രമേയം വീണ്ടും പാസാക്കുകയും ചെയ്താൽ പ്രമേയം പാസാകുന്ന തീയതി മുതൽ രാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും മാറ്റപ്പെടുന്നതായി കണക്കാക്കപ്പെടുന്നു. അടുത്തതായി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ അല്ലെങ്കിൽ അർദ്ധ നീതിന്യായ നടപടിക്രമമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2 സുപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ലോക്സഭയിലോ രാജ്യസഭയിലോ നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ എന്നാൽ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ വോട്ട് ചെയ്യുന്നു. രണ്ടാമതായി നമുക്കറിയാം, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭകളും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നു എന്നുള്ളത്. എന്നാൽ പക്ഷേ ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലെയും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ അവർക്ക് പങ്കെടുക്കുവാനായി സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതി ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടിട്ടുമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവനായ രാഷ്ട്രപതിയുടെ അധികാരങ്ങളും ധർമ്മങ്ങളെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ പ്രധാനമായും 7 തലക്കെട്ടുകൾക്ക് കീഴിൽ നമുക്ക് പഠിക്കാം. ഒന്നാമതായി എക്സിക്യൂട്ടീവ് പവേഴ്സ്, രണ്ടാമതായി ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ നിയമനിർമ്മാണ അധികാരങ്ങൾ, മൂന്നാമതായി ഫൈനാൻഷ്യൽ പവേഴ്സ്, നാലാമതായി ജുഡീഷ്യൽ പവേഴ്സ്, അഞ്ചാമതായി ഡിപ്ലോമാറ്റിക് പവേഴ്സ്, ആറാമതായി മിലിറ്ററി പവേഴ്സ്, ഏഴാമതായി അടിയന്തരാവസ്ഥ അധികാരങ്ങൾ അല്ലെങ്കിൽ എമർജൻസി പവേഴ്സ്. അപ്പോൾ എന്താണ് രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് പവേഴ്സ്? ഒന്നാമതായി ഇന്ത്യൻ ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് നടപടികളും ഔപചാരികമായി രാഷ്ട്രപതിയുടെ പേരിലാണ് എടുക്കുന്നതും നടപ്പിലാക്കുന്നതും അധികാരപ്പെടുത്തുന്നതും ചെയ്യുക. രണ്ടാമതായി കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനും ആ കാര്യങ്ങൾ
മന്ത്രിമാർക്കിടയിൽ വീതിച്ചു നൽകുന്നതിനും ആവശ്യമായ ചട്ടങ്ങൾ അഥവാ റൂൾസ് നിർമ്മിക്കുവാനായിട്ടുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. മൂന്നാമതായി പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അവർ രാഷ്ട്രപതിയുടെ പ്രീതിക്ക് അല്ലെങ്കിൽ ഡ്യൂറിങ് ഹിസ് പ്ലഷർ അനുസരിച്ചാണ് ആ സ്ഥാനത്ത് തുടർന്നു പോരുന്നത്. നാലാമതായി അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രതിഫലം നിർണയിക്കുന്നതും രാഷ്ട്രപതിയാണ്. അറ്റോർണി ജനറലും രാഷ്ട്രപതിയുടെ പ്രീതിക്കനുസരിച്ചാണ് ആ സ്ഥാനത്ത് തുടർന്നു പോരുന്നത്. അഞ്ചാമതായി ഇദ്ദേഹം നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രധാനപ്പെട്ട കമ്മീഷൻ അംഗങ്ങളെയും നിയമിക്കുന്നുണ്ട്. അവയിൽ ചിലതാണ്: ഒന്നാമതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അഥവാ CAG. രണ്ടാമതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉൾപ്പെടെയുള്ള മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. മൂന്നാമതായി UPSC ചെയർമാനും അംഗങ്ങളും. നാലാമതായി സംസ്ഥാന ഗവർണർമാർ. അഞ്ചാമതായി ഫൈനാൻഷ്യൽ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും. അപ്പോൾ ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ഇവരെയൊക്കെ നിയമിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ്. ആറാമതായി യൂണിയൻ കാര്യങ്ങളുടെ ഭരണത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രിയിൽ നിന്നും ആരായാനുള്ള അവകാശം ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ഏഴാമതായി ഒരു മന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തതും എന്നാൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെക്കാത്തതുമായ ഏത് വിഷയവും പരിഗണനയ്ക്കായി സമർപ്പിക്കുവാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുവാൻ രാഷ്ട്രപതിക്ക് സാധിക്കുന്നതാണ്. എട്ടാമതായി SC/ST പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവയുടെ അവസ്ഥകൾ അന്വേഷിക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കുവാൻ ഇദ്ദേഹത്തിന് അവകാശമുണ്ട്. ഒമ്പതാമതായി കേന്ദ്ര സംസ്ഥാന സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ നിർമ്മിക്കുവാനായി അദ്ദേഹത്തിന് സാധിക്കും. പത്താമതായി തന്നെക്കൊണ്ട് നിയമിക്കപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റർമാർ വഴി അദ്ദേഹം യൂണിയൻ ടെറിട്ടറികൾ നേരിട്ട് ഭരണം നടത്തുന്നു. 11ാമതായി ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഷെഡ്യൂൾഡ് ഏരിയയായി പ്രഖ്യാപിക്കാനും ഷെഡ്യൂൾഡ് ഏരിയയായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളും ആദിവാസി മേഖലകളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനവധി അധികാരങ്ങളുള്ളതാണ്. അടുത്തതാണ് രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹത്തിന് പാർലമെന്റ് സമ്മേളനം വിളിക്കുവാനും അവസാനിപ്പിക്കുവാനും ലോക്സഭ പിരിച്ചുവിടുവാനുമുള്ള അധികാരമുണ്ട്. രണ്ടാമതായി ഒരു ബില്ലിന്റെ കാര്യത്തിലോ അല്ലാതെയോ പാർലമെന്റിന്റെ ഇരുസഭകൾക്കും അദ്ദേഹം സന്ദേശങ്ങളും അയച്ചേക്കാം. മൂന്നാമതായി പുതിയ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ സമ്മേളനത്തിലും ഓരോ വർഷത്തെയും ആദ്യത്തെ സമ്മേളനത്തിനും അദ്ദേഹം പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നു. നാലാമതായി ലോക്സഭയുടെ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും ഓഫീസുകൾ ഒഴിവു വരുമ്പോൾ സഭയുടെ നടപടികൾക്ക് അധ്യക്ഷത വഹിക്കുവാൻ ലോക്സഭയിലെ ഏതെങ്കിലും ഒരംഗത്തെ നിയമിക്കുവാൻ രാഷ്ട്രപതിക്ക് കഴിയും. സമാനമായി രാജ്യസഭയുടെ ചെയർമാന്റെയും ഡെപ്യൂട്ടി ചെയർമാന്റെയും ഓഫീസുകൾ ഒഴിവു വരുമ്പോൾ രാജ്യസഭ അംഗങ്ങളിൽ ഒരാളെ നിയമിക്കുവാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അഞ്ചാമതായി സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹിക സേവനം എന്നിവയിൽ പ്രത്യേക അറിവോ പ്രായോഗിക പരിചയവുമുള്ള 12 അംഗങ്ങളെ അദ്ദേഹം രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. കൂടാതെ ആംഗ്ലോ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് സെപ്പറേറ്റ് ഒരു ടോപ്പിക്ക് പഠിക്കാം. അപ്പോൾ ആറാമതായി പാർലമെന്റിന്റെ അംഗങ്ങളുടെ അയോഗ്യത അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച ചോദ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആലോചിച്ച് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നു. ഏഴാമതായി ചിലതരം ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശയോ അനുമതിയോ ആവശ്യമാണ്. ഉദാഹരണത്തിന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ചിലവുകൾ ഉൾപ്പെടുന്ന ബില്ലുകൾ. കൂടാതെ ഒരു പുതിയ സംസ്ഥാനം രൂപീകരിക്കുന്നതിനോ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിൽ മാറ്റം വരുത്തുന്നതിനോ ഉള്ള ബില്ലുകൾ. എട്ടാമതായി ഒരു സാധാരണ ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കുന്ന സമയം അദ്ദേഹത്തിന് ബില്ലിന് സമ്മതം നൽകാം. രണ്ടാമതായി സമ്മതം തടഞ്ഞുവെക്കാം. മൂന്നാമതായി ബില്ല്
പുനഃപരിശോധനയ്ക്കായി പാർലമെന്റിലേക്ക് തിരികെ അയക്കാം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അതൊരു മണി ബില്ലോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബില്ലോ ആയിരിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ബില്ല് പാർലമെന്റിലേക്ക് തിരികെ അയച്ചു, ആ ബില്ല് ഭേദഗതികളോടെയോ അല്ലാതെയോ വീണ്ടും പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കുകയാണെങ്കിൽ രാഷ്ട്രപതി അതിന് സമ്മതം നൽകുവാനായി ബാധ്യസ്ഥനാണ്. 9. ഒരു സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കുമ്പോൾ രാഷ്ട്രപതിക്ക് ഒന്നല്ലെങ്കിൽ ബില്ലിന് സമ്മതം നൽകാം, അല്ലെങ്കിൽ തടഞ്ഞുവെക്കാം. ഇനി അതുമല്ലെങ്കിൽ ബിൽ പുനഃപരിശോധനയ്ക്കായി സംസ്ഥാന നിയമസഭയിലേക്ക് തിരികെ അയക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകാം. ഇവിടെ സംസ്ഥാന നിയമസഭ വീണ്ടും ബില്ല് പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ചാലും രാഷ്ട്രപതി സമ്മതം നൽകുവാനായി ബാധ്യസ്ഥനല്ല. 10. പാർലമെന്റ് സമ്മേളനത്തിലല്ലാത്ത സമയങ്ങളിൽ നിയമത്തിന് തുല്യമായ ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും. ഈ ഓർഡിനൻസുകൾ പാർലമെന്റ് വീണ്ടും സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം. ഏതു സമയത്തും ഓർഡിനൻസ് പിൻവലിക്കാനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. 11. CAG, UPSC, ധനകാര്യ കമ്മീഷൻ എന്നിവയുടെയും മറ്റുള്ളവരുടെയും റിപ്പോർട്ടുകൾ അദ്ദേഹം പാർലമെന്റിൽ വയ്ക്കുന്നു. 12. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ദാദ്ര നാഗർ ഹവേലി, ദമാൻ ആൻഡ് ദിയു എന്നിവിടങ്ങളിലെ സമാധാനം, പുരോഗതി, നല്ല ഭരണം എന്നിവയ്ക്കായി ചട്ടങ്ങൾ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പുതുച്ചേരിയുടെ കാര്യത്തിൽ നിയമസഭ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ പിരിച്ചുവിടുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ചട്ടങ്ങൾ വഴി നിയമം നിർമ്മിക്കുവാനായി സാധിക്കുക. അടുത്തതാണ് രാഷ്ട്രപതിയുടെ ഫൈനാൻഷ്യൽ പവേഴ്സ്. മണി ബില്ലുകൾ രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശയോടുകൂടി മാത്രമേ പാർലമെന്റിൽ അവതരിപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ. 2. വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിന്റെ ഇരുസഭകൾക്ക് മുന്നിലും സമർപ്പിക്കുവാൻ അദ്ദേഹം കാരണക്കാരനാകുന്നു. 3. രാഷ്ട്രപതിയുടെ ശുപാർശ ഇല്ലാതെ ഗ്രാന്റിനുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ എ ഗ്രാന്റ് ഉന്നയിക്കുവാനായി സാധിക്കുകയില്ല. 4. ഏതെങ്കിലും അൺഫോർസിൻ എക്സ്പെൻഡിച്ചർ നേരിടുന്നതിനായി കോണ്ടിജൻസി ഫണ്ടിൽ നിന്നും മുൻകൂർ പണം എടുക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. 5. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വരുമാന വിതരണം ശുപാർശ ചെയ്യുന്നതിനായി 5 വർഷത്തിലൊരിക്കൽ അദ്ദേഹം ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കുന്നു. അടുത്തതാണ് രാഷ്ട്രപതിയുടെ നീതിന്യായ അധികാരങ്ങൾ. 1. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാരെയും മറ്റ് ജഡ്ജിമാരെയും അദ്ദേഹം നിയമിക്കുന്നു. 2. നിയമപരമായതോ വസ്തുതാപരമായതോ ഏത് ചോദ്യത്തിലും സുപ്രീം കോടതിയിൽ നിന്നും ഉപദേശം തേടുവാനായി അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. എന്നാൽ സുപ്രീം കോടതി നൽകുന്ന ഉപദേശം രാഷ്ട്രപതിക്ക് ബൈൻഡിംഗ് അല്ല. 3. ശിക്ഷിക്കപ്പെട്ട ഏതൊരാൾക്കും അദ്ദേഹം മാപ്പ്, ശിക്ഷാ ഇളവ്, ശിക്ഷാ കാലയളവ് കുറയ്ക്കൽ എന്നിവ നൽകാനും ശിക്ഷ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കുവാനും ശിക്ഷയുടെ സ്വഭാവം മാറ്റുവാനും അദ്ദേഹത്തിന് സാധിക്കുന്നതാണ്. താഴെ പറയുന്ന 3 കേസുകളിലാണ് ഈ അധികാരം ഉപയോഗിക്കുന്നത്. 1. കോർട്ട് മാർഷൽ വഴി ശിക്ഷയോ അല്ലെങ്കിൽ വിധിയോ ലഭിച്ച എല്ലാ കേസുകളിലും. 2. യൂണിയൻ നിയമത്തിന് എതിരെയുള്ള കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട എല്ലാ കേസുകളിലും. 3. വധശിക്ഷ വിധിച്ച എല്ലാ കേസുകളിലും. അടുത്തതാണ് ഡിപ്ലോമാറ്റിക് പവേഴ്സ്. അന്താരാഷ്ട്ര കരാറുകളും ഉടമ്പടികളും ചർച്ച ചെയ്യുകയും ഉപസംഹരിക്കുകയും ചെയ്യുന്നു. എങ്കിലും ഇവ പാർലമെന്റിന്റെ അംഗീകാരത്തിന് വിധേയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയെ അന്താരാഷ്ട്ര വേദികളിൽ പ്രതിനിധീകരിക്കുകയും അംബാസഡർമാർ, ഹൈക്കമ്മീഷണർമാർ എന്നിവരെ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് മിലിറ്ററി പവേഴ്സ്. ഇന്ത്യൻ പ്രതിരോധ സേനകളുടെ പരമോന്നത കമാൻഡറാണ് രാഷ്ട്രപതി. അദ്ദേഹം കരസേന, നാവികസേന, വ്യോമസേന എന്നിവയുടെ മേധാവികളെ നിയമിക്കുന്നു. പാർലമെന്റിന്റെ അംഗീകാരത്തിന് വിധേയമായി അദ്ദേഹത്തിന് യുദ്ധം പ്രഖ്യാപിക്കുവാനോ സമാധാനം സ്ഥാപിക്കുവാനോ സാധിക്കുന്നതാണ്. അടുത്തതാണ് രാഷ്ട്രപതിയുടെ എമർജൻസി പവേഴ്സ്. സാധാരണ അധികാരങ്ങൾക്ക് പുറമെ
ഇനി പറയുന്ന 3 തരം അടിയന്തരാവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അസാധാരണമായ അധികാരങ്ങളും ഭരണഘടന രാഷ്ട്രപതിക്ക് നൽകുന്നു. ഒന്നാമതായി ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 ഉപയോഗിച്ച്. രണ്ടാമതായി രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ ആർട്ടിക്കിൾ 356 365 ഉപയോഗിച്ച്. അടുത്തതാണ് ധനകാര്യ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360 ഉപയോഗിച്ച്. ഒരു ബില്ല് പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി കഴിഞ്ഞാൽ അതൊരു നിയമം അല്ലെങ്കിൽ ആക്ടാകണമെങ്കിൽ നിർബന്ധമായും ആർട്ടിക്കിൾ 111 പ്രകാരം രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കണം. അംഗീകാരത്തിനായി രാഷ്ട്രപതിയുടെ മുന്നിൽ ഒരു ബില്ലെത്തുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രധാനമായും 3 മാർഗങ്ങളാണുള്ളത്. ഒന്നാമതായി രാഷ്ട്രപതിക്ക് അംഗീകാരം നൽകാം. രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയാൽ അത് ഉടൻ തന്നെ ഒരു നിയമമായി മാറുന്നതാണ്. രണ്ടാമതായി രാഷ്ട്രപതിക്ക് അംഗീകാരം നൽകാതിരിക്കാം. രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകാതിരിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം ഉള്ളതാണ്. മൂന്നാമതായി ബില്ലുകൾ തിരിച്ച് അയക്കാനായി സാധിക്കും. സാധാരണ ബില്ലുകൾ പുനഃപരിശോധനയ്ക്കായി പാർലമെന്റിലേക്ക് തിരിച്ച് അയക്കുവാനായി സാധിക്കും. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഇതൊരു മണി ബില്ലാണെങ്കിൽ ഈ അധികാരം ഉപയോഗിക്കുവാനായി സാധിക്കുകയില്ല. ഇനി രാഷ്ട്രപതി തിരികെ അയച്ച ബില്ലുകൾ ഭേദഗതികളോടെയോ ഭേദഗതികൾ ഇല്ലാതെയോ വീണ്ടും പാർലമെന്റ് പാസാക്കി രണ്ടാമതും രാഷ്ട്രപതിയുടെ മുന്നിൽ എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം നിർബന്ധമായും അതിന് അംഗീകാരം നൽകിയിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഷ്ട്രപതിക്ക് ഈ വീറ്റോ അധികാരങ്ങൾ നൽകുന്നതിന് 2 പ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമതായി തിടുക്കപ്പെട്ടതും വേണ്ടത്ര കൂടിയാലോചനകൾ ഇല്ലാത്തതുമായ നിയമനിർമ്മാണങ്ങൾ തടയുന്നതിനാണ്. രണ്ടാമതായി ഭരണഘടനാ വിരുദ്ധമായേക്കാവുന്ന നിയമനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നത് തടയിടുന്നതിന്. വീറ്റോ അധികാരങ്ങളെ നമുക്ക് 4 തരംതിരിക്കാം. ഇത് കുറെ കൂടെ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ എടുക്കുന്നതാണ്. എങ്കിലും നമുക്കൊന്ന് ഇവയെ അടുത്തറിയാം. ഒന്നാമതായി ആബ്സല്യൂട്ട് വീറ്റോ. നിയമസഭ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ അംഗീകാരം നൽകാതെ നിരസിക്കുന്ന അധികാരം അല്ലെങ്കിൽ ബില്ല് മരവിപ്പിക്കുന്നു. ഈ ബിൽ നിയമമാകുന്നില്ല. രണ്ടാമതാണ് ക്വാളിഫൈഡ് വീറ്റോ. നിയമസഭയ്ക്ക് ഉയർന്ന ഭൂരിപക്ഷം ഉപയോഗിച്ച് രാഷ്ട്രപതിയുടെ വീറ്റോനെ മറികടക്കാൻ കഴിയുന്ന ഒന്നാണ് ക്വാളിഫൈഡ് വീറ്റോ. ഇന്ത്യയിൽ ക്വാളിഫൈഡ് വീറ്റോ നിലവിലില്ല. മൂന്നാമത്താണ് സസ്പെൻസീവ് വീറ്റോ. രാഷ്ട്രപതി ബില്ല് പുനഃപരിശോധനയ്ക്ക് തിരികെ അയക്കുമ്പോൾ നിയമസഭ സാധാരണ ഭൂരിപക്ഷം ഉപയോഗിച്ച് വീണ്ടും പാസ്സാകുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് ഇതിനെ നിരസിക്കുവാനായി സാധിക്കുന്നതല്ല. മൂന്നാമത്തതാണ് പോക്കറ്റ് വീറ്റോ. രാഷ്ട്രപതി ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് കൈവശം വെക്കുക, അംഗീകാരം നൽകാതെ ഇരിക്കുകയോ തിരികെ അയക്കാതെ ഇരിക്കുകയോ ചെയ്യുക. ഈ 4 വീറ്റോ അധികാരങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് 3 വീറ്റോ അധികാരങ്ങളാണുള്ളത്. ആബ്സല്യൂട്ട് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ ആൻഡ് പോക്കറ്റ് വീറ്റോ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം രാഷ്ട്രപതിക്ക് ബില്ലുകൾക്ക് മേലുള്ള സുപ്രധാനമായ ഒരു അധികാരമാണ് വീറ്റോ അധികാരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ അധികം ഉപയോഗിക്കാത്തതുമായ ഒരധികാരമാണ് ആബ്സല്യൂട്ട് വീറ്റോ. ഇന്ന് നമുക്ക് ആബ്സല്യൂട്ട് വീറ്റോനെ കുറിച്ച് അടുത്തറിയാം. എന്താണ് ആബ്സല്യൂട്ട് വീറ്റോ? ആബ്സല്യൂട്ട് വീറ്റോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ലിന്മേൽ രാഷ്ട്രപതി തന്റെ സമ്മതം നിഷേധിക്കുന്നതിനുള്ള അധികാരം എന്നതാണ്. രാഷ്ട്രപതിയുടെ ഈ നടപടിയിലൂടെ ആ ബിൽ അവിടെ അവസാനിക്കുകയും അത് നിയമമായി മാറാതെ പോവുകയും ചെയ്യുന്നു. സാധാരണയായി ഈ വീറ്റോ അധികാരം രാഷ്ട്രപതി 2 സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ സാഹചര്യം പ്രൈവറ്റ് മെമ്പർ ബില്ലുകളുടെ കാര്യത്തിൽ. പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ എന്നാൽ പാർലമെന്റിലെ ഒരു മന്ത്രിയല്ലാത്ത ഏതെങ്കിലും ഒരു സാധാരണ അംഗം അവതരിപ്പിക്കുന്ന ബില്ലുകളാണ്. അത്തരം ബില്ലുകൾക്ക് രാഷ്ട്രപതി സമ്മതം നിഷേധിക്കാം. രണ്ടാമതായി ഗവൺമെന്റ് ബില്ലുകളുടെ കാര്യത്തിൽ. ഗവൺമെന്റ് ബില്ലുകൾ അതായത് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലുകൾ പാർലമെന്റ് പാസ്സാക്കുകയും എന്നാൽ അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നതിന് മുൻപ് ക്യാബിനറ്റ് രാജിവെക്കുകയും ചെയ്യുമ്പോൾ
പുതിയ ക്യാബിനറ്റ് അധികാരത്തിൽ വന്ന ശേഷം ആ ബില്ലിന് സമ്മതം നൽകേണ്ടതില്ലെന്ന് രാഷ്ട്രപതിയോട് ഉപദേശിക്കുകയാണെങ്കിൽ രാഷ്ട്രപതിക്ക് ആ ഉപദേശം സ്വീകരിച്ച് വീറ്റോ അധികാരം പ്രയോഗിക്കുവാനായി സാധിക്കുന്നതാണ്. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് 1991 അന്ന് രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമനായിരുന്നു. അന്ന് പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ലായിരുന്നു പാർലമെന്റിലെ അംഗങ്ങളുടെ ശമ്പളം, അലവൻസ്, പെൻഷൻ എന്നിവ സംബന്ധിച്ച ഭേദഗതി ബിൽ. ഈ ബില്ല് ലോക്സഭ പിരിച്ചുവിടുന്നതിന് തൊട്ടു മുൻപായിരുന്നു പാർലമെന്റ് പാസാക്കിയത്. പ്രധാനമായും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ വാങ്ങിയിരുന്നില്ല. മുൻകൂർ ശുപാർശ ഇല്ലാത്തതിനാൽ രാഷ്ട്രപതി ആർ വെങ്കിട്ടരാമൻ ബില്ലിന് അംഗീകാരം നൽകുന്നത് തടയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആബ്സല്യൂട്ട് വീറ്റോ എന്നാൽ ബില്ലിന് മേലുള്ള സമ്മതം പിൻവലിക്കലാണ്. പ്രൈവറ്റ് മെമ്പർ ബില്ലുകളിലും അധികാരമൊഴിഞ്ഞ ക്യാബിനറ്റിന്റെ ബില്ലുകളിലുമാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഒരു സുപ്രധാനമായ അധികാരത്തെക്കുറിച്ചാണ്, പോക്കറ്റ് വീറ്റോ. രാഷ്ട്രപതിക്ക് നിയമനിർമ്മാണത്തിൽ എങ്ങനെ ഇടപെടാനായി സാധിക്കുന്നു എന്ന് നമുക്കൊന്ന് അടുത്തറിയാം. എന്താണ് പോക്കറ്റ് വീറ്റോ? പോക്കറ്റ് വീറ്റോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ബിൽ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുമ്പോൾ അദ്ദേഹം ആ ബില്ല് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ അല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കുകയോ ചെയ്യാതെ അനിശ്ചിത കാലത്തേക്ക് തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുന്നു. ഇവിടെ രാഷ്ട്രപതി ബില്ലിന്മേൽ പോസിറ്റീവോ നെഗറ്റീവോ ആയ യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഈ നിഷ്ക്രിയത്വമാണ് പോക്കറ്റ് വീറ്റോ എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ് പോക്കറ്റ് വീറ്റോയുടെ പ്രത്യേകതകൾ? ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതിക്ക് ഒരു ബില്ലിന്മേൽ തീരുമാനമെടുക്കുവാനായി സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇതിലൂടെ രാഷ്ട്രപതിക്ക് ഈ വീറ്റോ അധികാരം എത്ര കാലം വേണമെങ്കിലും പ്രയോഗിക്കുവാനായി സാധിക്കുന്നു. ബിൽ രാഷ്ട്രപതിയുടെ കൈവശമുള്ള ഒരു പോക്കറ്റിൽ കിടക്കുന്നത് പോലെയാണ്. അമേരിക്കൻ വീറ്റോയുമായിട്ടുള്ള ഇതിനുള്ള പ്രധാന വ്യത്യാസം, അമേരിക്കൻ പ്രസിഡന്റിന് ഒരു ബിൽ ലഭിച്ചാൽ 10 ദിവസത്തിനുള്ളിൽ അത് തിരികെ അയക്കേണ്ടതായുണ്ട്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഇങ്ങനെയൊരു സമയപരിധിയില്ല. ഈ കാരണം കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പോക്കറ്റ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പോക്കറ്റിനേക്കാൾ വലുതാണ് എന്ന് പറയപ്പെടുന്നു. ഈയൊരു കാര്യം പരീക്ഷകളിൽ ചോദ്യമായി വരുവാൻ സാധ്യതയുള്ള ഒന്നുമാണ്. വർഷം 1986. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഗ്യാനി സെയിൽ സിംഗ് ആണ് ആദ്യമായി പോക്കറ്റ് വീറ്റോ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് അമെൻമെന്റ് ബിൽ. രാജീവ് ഗാന്ധി ഗവൺമെന്റാണ് ഈ ബില്ല് അന്ന് പാസാക്കുന്നത്. ഈ ബിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതായിരുന്നു. അതിനാൽ ഈ ബില്ല് അന്ന് വ്യാപകമായി വിമർശിക്കപ്പെട്ടു. രാഷ്ട്രപതി സെയിൽ സിംഗ് പോക്കറ്റ് വീറ്റോ പ്രയോഗിക്കുകയും 3 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1989 അടുത്ത രാഷ്ട്രപതിയായ ആർ വെങ്കിട്ടരാമൻ ഈ ബിൽ പുനഃപരിശോധനയ്ക്കായി തിരികെ അയച്ചു. എന്നാൽ അധികാരത്തിൽ വന്ന പുതിയ നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് ഈ ബില്ല് ഉപേക്ഷിക്കുവാനായി തീരുമാനിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഭരണഘടനാ ഭേദഗതി ബില്ലുകളുടെ കാര്യം, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലുകളുടെ കാര്യത്തിൽ രാഷ്ട്രപതിക്ക് ഈ വീറ്റോ അധികാരം ഉള്ളതല്ല. 1971 24-ാം ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ 24th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അനുസരിച്ച് ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി സമ്മതം നൽകിയിരിക്കണം. അത് ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ബില്ലുകൾക്ക് മാത്രമേ പോക്കറ്റ് വീറ്റോ ഉൾപ്പെടെയുള്ള വീറ്റോ അധികാരം രാഷ്ട്രപതിക്ക് പ്രയോഗിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നിയമനിർമ്മാണത്തിൽ സ്വന്തമായ ഒരു മുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു അധികാരമാണ് പോക്കറ്റ് വീറ്റോ. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ആബ്സല്യൂട്ട് വീറ്റോയും പോക്കറ്റ് വീറ്റോനെ കുറിച്ചും പഠിക്കുകയുണ്ടായി. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സസ്പെൻസീവ് വീറ്റോ. ഇതിലൂടെ ഒരു ബില്ലിന് പുനഃപരിശോധനയ്ക്കായി പാർലമെന്റിലേക്ക് തിരികെ അയക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരം ലഭിക്കുന്നു. ഒരു ബിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ ആ ബിൽ
പുനഃപരിശോധനയ്ക്കായി പാർലമെന്റിലേക്ക് തിരികെ അയക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ. ഇതിലൂടെ ബില്ല് പാസ്സാകുന്നത് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിന് സസ്പെൻസീവ് വീറ്റോ എന്ന പേര് വന്നത്. അങ്ങനെ രാഷ്ട്രപതി തിരികെ അയച്ച ബില്ല് പാർലമെന്റ് ഭേദഗതികളോടെയോ അല്ലെങ്കിൽ ഭേദഗതികൾ ഇല്ലാതെയോ വീണ്ടും പാസ്സാക്കുകയാണെങ്കിൽ വീണ്ടും രാഷ്ട്രപതിയുടെ മുൻപാകെ ഈ ബില്ലെത്തുന്ന സമയം അദ്ദേഹം അതിന് അംഗീകാരം നൽകുവാനായി ബാധ്യസ്ഥനാണ്. ഇവിടെ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം റീപാസേജ് ഓഫ് ദ ബില്ല് കൊണ്ട് അവർ മറികടക്കുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം അടുത്തറിയേണ്ടതായിട്ടുണ്ട്. ഈ സസ്പെൻസീവ് വീറ്റോ മറികടക്കുവാനായി പാർലമെന്റ് ഒരു ഓർഡിനറി മെജോറിറ്റി അല്ലെങ്കിൽ സാധാരണ ഭൂരിപക്ഷം മാത്രം മതിയാകും. അതായത് ബില്ല് ആദ്യമായി പാസാക്കിയ അതേ ഭൂരിപക്ഷം മതിയാകും വീറ്റോയെ മറികടക്കാനും. നമ്മളിവിടെ ഒരു താരതമ്യം കൂടി അടുത്തറിയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ രാഷ്ട്രപതിയുടെ സസ്പെൻസീവ് വീറ്റോനെ മറികടക്കുവാൻ ഓർഡിനറി മെജോറിറ്റി മതി. എന്നാൽ അമേരിക്കയിൽ US പ്രസിഡന്റിന്റെ വീറ്റോയെ മറികടക്കുവാനായി ഒരു ഹയർ മെജോറിറ്റി അല്ലെങ്കിൽ ഉയർന്ന ഭൂരിപക്ഷം ആവശ്യമാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ സുപ്രീമസിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ അടുത്തറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ ബില്ലുകൾക്കും ഈ വീറ്റോ ബാധകമല്ല. മണി ബില്ലിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിക്ക് സസ്പെൻസീവ് വീറ്റോ അധികാരം ഉപയോഗിക്കുവാനായി സാധിക്കുകയില്ല. മണി ബില്ല് സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് ചെയ്യുവാൻ കഴിയുന്ന 2 കാര്യങ്ങൾ മാത്രമാണുള്ളത്. ഒന്നാമതായി അംഗീകാരം നൽകുക, രണ്ടാമതായി അംഗീകാരം തടഞ്ഞുവെക്കുക. എന്നാൽ പക്ഷേ പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. കാരണം എന്താണ്? സാധാരണയായി ഒരു മണി ബിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതിയോടുകൂടിയാണ് പാർലമെന്റ് അവതരിപ്പിക്കുന്നത്. അതിനാൽ സാധാരണയായി രാഷ്ട്രപതി മണി ബില്ലുകൾക്ക് അംഗീകാരം നൽകുകയാണ് പതിവ്. ഒരു സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണറുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെയോ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ അത് നിയമമായി മാറുകയുള്ളൂ. സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്ന ഒരു ബില്ലിന്മേൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 അനുസരിച്ച് ഗവർണർക്ക് 4 വഴികളാണുള്ളത്, അഥവാ 4 മാർഗങ്ങളുണ്ട്. ഒന്നാമതായി അദ്ദേഹത്തിന് ബില്ലിന് അംഗീകാരം നൽകാം. ഗവർണർ അംഗീകാരം നൽകിയാൽ ബില്ല് നിയമമായി മാറുന്നു. രണ്ടാമതായി അദ്ദേഹത്തിന് ബില്ലിന് മേലുള്ള അംഗീകാരം തടഞ്ഞുവെക്കാം അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യാം. ഗവർണർ അംഗീകാരം തടഞ്ഞുവെക്കുകയാണെങ്കിൽ അത് നിയമമായി മാറുന്നില്ല. മൂന്നാമതായി ബില്ലുകൾ സംസ്ഥാന നിയമസഭയുടെ പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കാം. ഇതൊരു മണി ബിൽ അല്ലാത്ത സാഹചര്യമാണെങ്കിൽ ഗവർണർക്ക് ബില്ലുകൾ നിയമസഭയുടെ പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കുവാൻ സാധിക്കുന്നതാണ്. നാലാമതായി ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കാം. ഭരണഘടനാപരമായ പ്രാധാന്യമുള്ളതോ ഹൈക്കോടതിയുടെ അധികാരത്തെ ബാധിക്കുന്നതോ ആയ ചില ബില്ലുകൾ ഗവർണർക്ക് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെക്കാം. ഇനി ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെച്ച ഒരു ബില്ലിന്മേൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 201 അനുസരിച്ച് രാഷ്ട്രപതിക്ക് 3 മാർഗങ്ങൾ അല്ലെങ്കിൽ 3 ഓപ്ഷനുകളുണ്ട്. ഒന്നാമതായി രാഷ്ട്രപതിക്ക് ബില്ലിന് അംഗീകാരം നൽകാം. അദ്ദേഹം അംഗീകാരം നൽകിയാൽ അത് നിയമമായി മാറുന്നു. രണ്ടാമതായി രാഷ്ട്രപതിക്ക് ബില്ലിന്മേലുള്ള അംഗീകാരം തടഞ്ഞുവെക്കാം. രാഷ്ട്രപതി അംഗീകാരം തടഞ്ഞുവെക്കുകയാണെങ്കിൽ ആ ബിൽ നിയമമായി മാറുന്നില്ല. മൂന്നാമതായി ബില്ലുകൾ സംസ്ഥാന നിയമസഭയുടെ പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കുവാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകാം. ഈ അധികാരം മണി ബില്ലുകൾക്ക് ബാധകമല്ല. അതായത് മണി ബിൽ ആണെങ്കിൽ രാഷ്ട്രപതിക്ക് പുനഃപരിശോധനയ്ക്ക് തിരികെ അയക്കുവാൻ സാധ്യമല്ല. അങ്ങനെ രാഷ്ട്രപതി ബില്ലുകൾ പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കുവാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകി എന്ന് കരുതുക. സംസ്ഥാന നിയമസഭ ഈ ബിൽ ഭേദഗതികളോടെയോ അല്ലാതെയോ വീണ്ടും പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയാണെങ്കിൽ ബില്ലിന് അംഗീകാരം നൽകുവാൻ രാഷ്ട്രപതി ബാധ്യസ്ഥനല്ല. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേന്ദ്ര നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ പാർലമെന്റ് പുനഃപരിശോധനയ്ക്ക് ശേഷം ബില്ലുകൾ തിരികെ അയച്ചാൽ രാഷ്ട്രപതി അംഗീകാരം നൽകുവാനായി ബാധ്യസ്ഥനാണ്. എന്നാൽ പക്ഷേ
സംസ്ഥാന നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സംസ്ഥാന നിയമസഭ വീണ്ടും പാസാക്കി അയച്ചാലും രാഷ്ട്രപതി അംഗീകാരം നൽകാതിരിക്കുവാനുള്ള അധികാരമുണ്ട്. ഇതിനർത്ഥം സംസ്ഥാന നിയമസഭയ്ക്ക് രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെ മറികടക്കുവാനായി കഴിയുകയില്ല എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോയാണ്. രാഷ്ട്രപതി ഒരു ബില്ലിന്മേൽ തീരുമാനമെടുക്കേണ്ടത് എത്ര സമയത്തിനുള്ളിലായിരിക്കണം എന്നതിനെക്കുറിച്ച് ഭരണഘടനയിൽ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി മാറ്റിവെച്ച ഒരു ബില്ലിന്മേൽ എത്ര സമയത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് സംസ്ഥാന നിയമനിർമ്മാണത്തിന്റെ കാര്യത്തിലും പോക്കറ്റ് വീറ്റോ അധികാരം ഉപയോഗിക്കുവാനായി സാധിക്കുന്നതാണ്. പോക്കറ്റ് വീറ്റോ എന്നാൽ രാഷ്ട്രപതി ഒരു ബില്ലിന്മേലും തീരുമാനമെടുക്കാതെ അനിശ്ചിതമായി അത് കൈവശം വെക്കുന്ന അവസ്ഥയാണ്. ഇവിടെ തീരുമാനമെടുക്കുവാൻ സമയപരിധി ഇല്ലാത്തതുകൊണ്ട് രാഷ്ട്രപതിക്ക് ഈ അധികാരം ഉപയോഗിക്കുവാനായി സാധിക്കുന്നു. ഇന്ന് നമ്മൾ അടുത്തറിയുവാനായി പോകുന്നത് രാഷ്ട്രപതിയുടെ ഒരു സുപ്രധാന അധികാരത്തെക്കുറിച്ചാണ്. ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിക്കാനുള്ള അധികാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 123 രാഷ്ട്രപതിക്ക് ഈ അധികാരം നൽകുന്നത്. പാർലമെന്റ് സമ്മേളിക്കാത്ത സമയങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുവാൻ രാഷ്ട്രപതിയെ ഈ ആർട്ടിക്കിൾ ശാക്തീകരിക്കുന്നു. ഇങ്ങനെ പുറത്തുവിടുന്ന ഓർഡിനൻസുകൾക്ക് പാർലമെന്റ് പാസാക്കുന്ന ഒരു നിയമത്തിന്റെ അതേ ശക്തിയും ബലവും ഉണ്ടായിരിക്കുന്നവയാണ്. എന്നാൽ പക്ഷേ ഇവ ടെമ്പററി നേച്ചർ അല്ലെങ്കിൽ താൽക്കാലിക സ്വഭാവമുള്ളവയായിരിക്കും. ഈ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നത് പ്രതീക്ഷിക്കാത്തതോ അടിയന്തരമായ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ്. ഒന്നാമതായി, പാർലമെന്റ് സമ്മേളിക്കാത്തപ്പോൾ മാത്രം. പാർലമെന്റിന്റെ ഇരുസഭകളും സമ്മേളനത്തിൽ അല്ലാത്തപ്പോൾ മാത്രമേ ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ രണ്ട് സഭകളിൽ ഏതെങ്കിലും ഒന്ന് സമ്മേളനത്തിൽ അല്ലാത്തപ്പോഴും ഓർഡിനൻസുകൾ പുറത്തിറക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഒരു സഭ സമ്മേളനത്തിലായിരിക്കുമ്പോൾ ഒരു ഓർഡിനൻസ് പുറത്തിറക്കുവാനായി സാധിക്കുന്നതാണ്. കാരണം ഒരു നിയമം ഉണ്ടാകണമെങ്കിൽ ഇരു സഭകളും അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു സഭ മാത്രം സമ്മേളിക്കുമ്പോൾ ഇരു സഭകളുടെയും അംഗീകാരം നേടുവാനായി സാധിക്കുകയില്ല. ഈ സാഹചര്യത്തിൽ ഉടൻ നിയമം ആവശ്യമാണെങ്കിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറത്തിറക്കുവാനായി സാധിക്കുന്നതാണ്. ഇവിടെ ഇരു സഭകളും സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ പുറപ്പെടുവിപ്പിക്കുന്ന ഓർഡിനൻസുകൾ അസാധുവാണ് അല്ലെങ്കിൽ വോയിഡാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം നിയമനിർമ്മാണത്തിനുള്ള സമാന്തരമായ ഒരു അധികാരമല്ല. രണ്ടാമതായി, രാഷ്ട്രപതിയുടെ തൃപ്തിയും ജുഡീഷ്യൽ റിവ്യൂവും. ഉടനടി നടപടിയെടുക്കേണ്ട അത്യാവശ്യ സാഹചര്യമാണ് എന്ന് രാഷ്ട്രപതിക്ക് ബോധ്യമാകുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഓർഡിനൻസുകൾ പുറപ്പെടുവിപ്പിക്കുന്നതിലെ രാഷ്ട്രപതിയുടെ തൃപ്തി ദുരുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോടതികളിൽ അത് ചോദ്യം ചെയ്യാമെന്ന് സുപ്രീം കോടതി 1970 കൂപ്പർ കേസിൽ വിധിക്കുകയുണ്ടായി. അതായത് പാർലമെന്റിന്റെ അധികാരം ഒഴിവാക്കുവാൻ മനഃപൂർവ്വം സഭയെ പിരിച്ചുവിട്ട് ഓർഡിനൻസുകൾ കൊണ്ടുവരികയാണെങ്കിൽ അത് ചോദ്യം ചെയ്യാം. നിലവിൽ 44ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം രാഷ്ട്രപതിയുടെ തൃപ്തി ദുരുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആണോ അല്ലയോ എന്നുള്ളത് നീതിന്യായപരമായ പരിശോധനയ്ക്ക് വിധേയമാണ്. മൂന്നാമതായി, നിയമനിർമ്മാണ അധികാരങ്ങളുമായുള്ള തുല്യത. പാർലമെന്റിന്റെ നിയമനിർമ്മാണ അധികാരങ്ങളുമായി ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കുവാനുള്ള അധികാരം തുല്യമായ വ്യാപ്തിയുള്ളതാണ്. ഇത് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കുവാൻ സാധിക്കുന്നത് പാർലമെന്റിന് നിയമം നിർമ്മിക്കുവാൻ കഴിയുന്ന വിഷയങ്ങളിൽ മാത്രമാണ്. രണ്ടാമതായി, ഒരു ഓർഡിനൻസ് പാർലമെന്റിന്റെ നിയമത്തിന് സമാനമായ ഭരണഘടനാ പരിമിതികൾക്ക് വിധേയമാണ്. അതിനാൽ ഒരു ഓർഡിനൻസിന് മൗലിക അവകാശങ്ങളെ ഇല്ലാതാക്കുവാനോ ചുരുക്കുവാനോ സാധിക്കുന്നതല്ല. നാലാമതായി, ഓർഡിനൻസിന്റെ കാലാവധി. പാർലമെന്റ് പുനഃസമ്മേളിക്കുമ്പോൾ ഓർഡിനൻസ് ഇരുസഭകൾക്കും മുന്നിലും വെക്കേണ്ടതാണ്. പാർലമെന്റിന്റെ ഇരുസഭകളും അംഗീകരിക്കുകയാണെങ്കിൽ അത് നിയമമായി മാറുന്നു. പാർലമെന്റ് ഒരു നടപടിയും എടുക്കുന്നില്ല എങ്കിൽ
പുനഃസമ്മേളനം കഴിഞ്ഞ് 6 ആഴ്ചകൾക്ക് ശേഷം ഓർഡിനൻസ് എക്സ്പയർ ആകുകയും ചെയ്യും. ഇനി ഓർഡിനൻസ് നേരത്തെ നിർത്തലാക്കുവാനായി ഇരുസഭകൾക്കും പ്രമേയം പാസാക്കി ഓർഡിനൻസ് വേണമെങ്കിൽ നേരത്തെ നിർത്തലാക്കാം. ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി 2 പാർലമെന്റ് സെക്ഷനുകൾക്കിടയിലുള്ള പരമാവധി കാലയളവായ 6 മാസം കണക്കിലാക്കുമ്പോൾ 6 മാസവും 6 ആഴ്ചയുമാണ് ഒരു ഓർഡിനൻസിന്റെ പരമാവധി കാലാവധി എന്ന് പറയുന്നത്. ഓർഡിനൻസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രധാന വസ്തുതകൾ ഇവയാണ്. ഓർഡിനൻസ് പാർലമെന്റിന്റെ മുന്നിൽ വെക്കുന്നതിന് മുൻപ് കാലഹരണപ്പെടുകയാണെങ്കിൽ ഓർഡിനൻസിന് കീഴിൽ ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായും സാധുതയുള്ളതും ഫലപ്രദവുമായി തുടരുന്നതാണ്. കൂടാതെ രാഷ്ട്രപതിക്ക് ഏതു സമയത്തും ഓർഡിനൻസുകൾ പിൻവലിക്കുവാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രപതിയുടെ ഈ അധികാരം ഒരു വിവേചനാധികാരമല്ല. ഇത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ കൗൺസിലിന്റെ ഉപദേശം അനുസരിച്ച് മാത്രമേ പ്രയോഗിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഒരു സാധാരണ നിയമം പോലെ ഓർഡിനൻസുകളും റെട്രോസ്പെക്റ്റീവായി അല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി പാസാക്കാനായി സാധിക്കുന്നതാണ്. ഒരു ഓർഡിനൻസിലൂടെ നിലവിലുള്ള നിയമത്തെയോ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളെയോ അല്ലെങ്കിൽ മറ്റൊരു ഓർഡിനൻസിനെയോ മോഡിഫൈ ചെയ്യാനും റിപ്പീൽ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഓർഡിനൻസിലൂടെ ടാക്സ് ലോസ് അല്ലെങ്കിൽ നികുതി നിയമം പോലും ഭേദഗതി ചെയ്യാനായി സാധിക്കും. എന്നാൽ പക്ഷേ ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനായി ഓർഡിനൻസുകൾ ഉപയോഗിക്കുന്നത് സാധ്യമല്ല. ഓർഡിനൻസിന്റെ പശ്ചാത്തലവും അടിയന്തരാവസ്ഥയും. ഇന്ത്യയിലെ രാഷ്ട്രപതിയുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, UK തുടങ്ങിയ മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും കാണപ്പെടാത്ത ഒരു അസാധാരണമായ ഒരു അധികാരമാണ്. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറയുന്നത് പാർലമെന്റ് സമ്മേളനത്തിലില്ലാത്ത സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യം കൈകാര്യം ചെയ്യുവാനായി എക്സിക്യൂട്ടീവിനെ പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നതാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തിന് ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ല. യുദ്ധമോ ബാഹ്യ ആക്രമണമോ സായുധ കലാപമോ ഇല്ലാത്തപ്പോഴും രാഷ്ട്രപതിക്ക് ഓർഡിനൻസുകൾ പുറത്തിറക്കുവാനായി സാധിക്കുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പാർഡനിങ് പവർ അല്ലെങ്കിൽ ക്ഷമാധികാരത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 72 രാഷ്ട്രപതിക്ക് ഈ അധികാരം നൽകുന്നത്. താഴെ പറയുന്ന 3 സാഹചര്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് രാഷ്ട്രപതിക്ക് മാപ്പ് നൽകുവാനായി സാധിക്കുന്നതാണ്. ഒന്നാമതായി, ശിക്ഷയോ ശിക്ഷാവിധിയോ യൂണിയൻ നിയമങ്ങൾക്കെതിരായ ഒരു കുറ്റകൃത്യത്തിൻ്റേതാണെങ്കിൽ. രണ്ടാമതായി, ശിക്ഷയോ ശിക്ഷാവിധിയോ ഒരു കോർട്ട് മാർഷൽ അഥവാ സൈനിക കോടതിയുടെ വിധി പ്രകാരമാണെങ്കിൽ. മൂന്നാമതായി, ശിക്ഷാവിധി വധശിക്ഷയാണെങ്കിൽ. രാഷ്ട്രപതിയുടെ മാപ്പ് നൽകാനുള്ള അധികാരം നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് സ്വതന്ത്രമായ ഒരു കാര്യനിർവഹണ അധികാരം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവറാണ്. എന്നാൽ ഈ അധികാരം പ്രയോഗിക്കുമ്പോൾ രാഷ്ട്രപതി ഒരു അപ്പീൽ കോടതിയായി പ്രവർത്തിക്കുന്നില്ല. ഈ അധികാരം രാഷ്ട്രപതിക്ക് നൽകുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ രണ്ടാണ്. ഒന്നാമതായി, നിയമം നടപ്പാക്കുന്നതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും നിയമപരമായ പിഴവുകൾ തിരുത്തുന്നതിനായി ഒരു വാതിൽ തുറന്നിടുക. രണ്ടാമതായി, രാഷ്ട്രപതി അമിതമായി കഠിനമെന്ന് കരുതുന്ന ശിക്ഷകളിൽ നിന്നും ഒരാൾക്ക് ആശ്വാസം നൽകുക. രാഷ്ട്രപതിയുടെ ക്ഷമാധികാരത്തിൽ താഴെ പറയുന്ന 5 ഇനങ്ങൾ ഉൾപ്പെടുന്നു. ഒന്നാമതായി, പാർഡൻ അല്ലെങ്കിൽ മാപ്പ്. ഇത് ശിക്ഷാവിധിയും കുറ്റാരോപണവും പൂർണ്ണമായി നീക്കം ചെയ്യുകയും കുറ്റവാളിയെ എല്ലാ ശിക്ഷകളിൽ നിന്നും ദണ്ഡനകളിൽ നിന്നും അയോഗ്യതകളിൽ നിന്നും പൂർണ്ണമായും മോചിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ലഘൂകരണം. ഇത് ഒരു തരം ശിക്ഷയ്ക്ക് പകരം ലഘുവായ മറ്റൊരു ശിക്ഷ നൽകുന്നതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, വധശിക്ഷ കഠിന തടവായി ലഘൂകരിക്കാം. കഠിന തടവ് സാധാരണ തടവായും ലഘൂകരിക്കാം. മൂന്നാമത്തതാണ് റെമിഷൻ അല്ലെങ്കിൽ ഇളവ് നൽകുക. ഇത് ശിക്ഷയുടെ സ്വഭാവം മാറ്റാതെ ശിക്ഷാ കാലയളവ് കുറയ്ക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, 2 വർഷത്തെ കഠിന തടവ് അതിൻ്റെ സ്വഭാവം മാറ്റാതെ
1 വർഷത്തെ കഠിന തടവായി കുറയ്ക്കുന്നു. 4-മത്തെയാണ് റെസ്പേറ്റ്, ആശ്വാസം അല്ലെങ്കിൽ ഇളവ് നൽകുക. ചില പ്രത്യേക കാരണങ്ങൾ മുൻനിർത്തി യഥാർത്ഥത്തിൽ നൽകിയ ശിക്ഷയേക്കാൾ കുറഞ്ഞ ഒരു ശിക്ഷ നൽകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കുറ്റവാളിയുടെ ശാരീരിക വൈകല്യം അല്ലെങ്കിൽ ഒരു വനിതാ കുറ്റവാളിയുടെ ഗർഭധാരണം തുടങ്ങിയ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് ശിക്ഷ കുറയ്ക്കുന്നതാണ്. 5-മതാണ് റിപ്രൈവ് അല്ലെങ്കിൽ സ്റ്റേ നൽകുക. ഇതൊരു താൽക്കാലിക കാലയളവിലേക്ക് ശിക്ഷ നടപ്പാക്കുന്നത് താമസിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് വധശിക്ഷ. മാപ്പ് നൽകാനോ ലഘൂകരിക്കാനോ ഉള്ള അപേക്ഷകൾ രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ മുന്നിൽ സമർപ്പിക്കുവാൻ കുറ്റവാളിക്ക് സമയം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 161 പ്രകാരം സംസ്ഥാന ഗവർണർക്കും ക്ഷമാധികാരമുണ്ട്. സംസ്ഥാന നിയമങ്ങൾക്ക് വിരുദ്ധമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ആർക്കും ഗവർണർക്ക് സസ്പെൻഡ്, റെമിറ്റ്, കമ്മ്യൂട്ട്, റിപ്രൈവ്, റെസ്പൈറ്റ്, റെമിഷൻ എന്നിവ നൽകുവാനായി സാധിക്കുന്നതാണ്. എന്നാൽ രാഷ്ട്രപതിയുടെ അധികാരം ഗവർണറുടെ അധികാരത്തിൽ നിന്നും 2 പ്രധാന കാര്യങ്ങളിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. കോർട്ട് മാർഷൽ വിധിച്ച ശിക്ഷകൾക്ക് രാഷ്ട്രപതിക്ക് മാത്രമേ മാപ്പ് നൽകാനായി സാധിക്കുകയുള്ളൂ, ഗവർണർക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ വധശിക്ഷയിൽ പൂർണ്ണമായ മാപ്പ് നൽകുക അല്ലെങ്കിൽ പാർഡനിങ്ങിനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ്. ഒരു സംസ്ഥാനത്തെ നിയമമാണ് വധശിക്ഷ നൽകിയതെങ്കിൽ പോലും അത് മാപ്പ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. എന്നാൽ ഗവർണർക്ക് വധശിക്ഷ സസ്പെൻഡ് ചെയ്യാനോ ഇളവ് ചെയ്യാനോ ലഘൂകരിക്കാനോ സാധിക്കും. അതായത് വധശിക്ഷയുടെ കാര്യത്തിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും തുല്യ അധികാരം ഇളവ് നൽകുന്ന കാര്യത്തിലും ലഘൂകരിക്കുന്ന കാര്യത്തിലും സസ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിലും മാത്രമേയുള്ളൂ. പാർഡൻ ചെയ്യുക, അതായത് പൂർണ്ണമായ മാപ്പ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ്. എന്തിൻ്റെ കാര്യത്തിൽ? വധശിക്ഷയുടെ കാര്യത്തിൽ. രാഷ്ട്രപതിയുടെ ക്ഷമാധികാരത്തെക്കുറിച്ച് സുപ്രീം കോടതി പല കേസുകളിലും പ്രധാനപ്പെട്ട തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 1-മതായി, ദയാഹർജി നൽകുന്നയാൾക്ക് വാക്കാലുള്ള വാദത്തിന് അവകാശമില്ല, അതായത് ഓറൽ ഹിയറിംഗ് സാധ്യമല്ല. 2-മതായി, രാഷ്ട്രപതിക്ക് തെളിവുകൾ വീണ്ടും പരിശോധിക്കുവാനും കോടതിയുടെ തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എടുക്കുവാനും സാധിക്കുന്നതാണ്. 3-മതായി, ഈ അധികാരം രാഷ്ട്രപതി യൂണിയൻ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ യൂണിയൻ ക്യാബിനറ്റിൻ്റെ ഉപദേശപ്രകാരമാണ് പ്രയോഗിക്കേണ്ടത്. 4-മതായി, തൻ്റെ ഉത്തരവിനുള്ള കാരണം ബോധിപ്പിക്കുവാൻ രാഷ്ട്രപതിക്ക് ബാധ്യതയില്ല. 5-മതായി, അമിതമായി കഠിനമെന്ന് കരുതുന്ന ശിക്ഷകളിൽ നിന്ന് മാത്രമല്ല, പ്രകടമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും രാഷ്ട്രപതിക്ക് ആശ്വാസം നൽകുവാനായി സാധിക്കുന്നതാണ്. 6-മതായി, ഈ അധികാരം പ്രയോഗിക്കുന്നതിനായി സുപ്രീം കോടതി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട ആവശ്യമില്ല. 7-മതായി, രാഷ്ട്രപതിയുടെ തീരുമാനം ഏകപക്ഷീയമോ യുക്തിരഹിതമോ ദുരുദ്ദേശപരമോ വിവേചനപരമോ ആണെങ്കിൽ ഈ അധികാരം പ്രയോഗിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. 8-മതായി, നേരത്തെ സമർപ്പിച്ച ദയാഹർജി രാഷ്ട്രപതി തള്ളിക്കളഞ്ഞെങ്കിൽ 2-മതൊരു ഹർജി ഫയൽ ചെയ്തുകൊണ്ട് സ്റ്റേ നേടുവാനായി സാധിക്കുന്നതല്ല. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഭരണഘടനാപരമായ പദവി എന്താണ്? കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാമെങ്കിലും നമ്മുടെ പാർലമെന്ററി സമ്പ്രദായത്തിൽ രാഷ്ട്രപതി വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു പാർലമെന്ററി ഫോം ഓഫ് ദ ഗവൺമെന്റാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി കേവലം നാമമാത്രമായ എക്സിക്യൂട്ടീവ് അഥവാ നോമിനൽ എക്സിക്യൂട്ടീവാണ്. യഥാർത്ഥ അധികാരമാകട്ടെ പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയുടെ കൈവശമാണ്. ലളിതമായി പറയുകയാണെങ്കിൽ രാഷ്ട്രപതി തൻ്റെ എല്ലാ അധികാരങ്ങളും ചുമതലകളും നിർവഹിക്കേണ്ടത് പ്രധാനമന്ത്രി തലവനായുള്ള മന്ത്രിസഭയുടെ സഹായത്തോടും ഉപദേശത്തോടും കൂടിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ യഥാർത്ഥ സ്ഥാനം ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് തലവനായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പദവി അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവിയെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും പേരുകളുടെ സമാനതകൾക്കപ്പുറം
അമേരിക്കയിൽ നിലവിലുള്ള ഭരണരീതിയും ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച ഭരണരീതിയും തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല. അമേരിക്കൻ ഭരണഘടനാ രീതിയെ പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഇവിടെ എക്സിക്യൂട്ടീവിൻ്റെയും ഭരണനിർവഹണത്തിൻ്റെയും തലവൻ പ്രസിഡന്റാണ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിരിക്കുന്നത് പാർലമെന്ററി ഫോം ഓഫ് ദ ഗവൺമെന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം രാഷ്ട്രപതി ഇംഗ്ലീഷ് ഭരണഘടനയുടെ കീഴിലുള്ള രാജാവിൻ്റെ അതേ സ്ഥാനമാണ് വഹിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ തലവനാണ്, എന്നാൽ ഭരണത്തിൻ്റെ തലവനല്ല. രാഷ്ട്രത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം, എന്നാൽ രാഷ്ട്രത്തെ അദ്ദേഹം ഭരിക്കുന്നില്ല. ഭരണനിർവഹത്തിൽ അദ്ദേഹം ഒരു ചടങ്ങുകൾക്കായുള്ള ഉപകരണം അല്ലെങ്കിൽ സെറമോണിയൽ ഡിവൈസാണ്. അതുമല്ലെങ്കിൽ ഒരു മുദ്ര മാത്രമാണ്. അദ്ദേഹം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഉപദേശം കൂടാതെ അദ്ദേഹത്തിന് യാതൊന്നും ചെയ്യുവാനായി സാധിക്കുകയില്ല. ഉപദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാനും സാധിക്കുന്നതല്ല. രാഷ്ട്രപതിയുടെ ഭരണഘടനാപരമായ പദവി നിർണ്ണയിക്കുന്നതിൽ താഴെ പറയുന്ന അനുച്ഛേദങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ആർട്ടിക്കിൾ 53. യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. ഈ അധികാരം അദ്ദേഹം ഒന്നുകിൽ നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താഴെയുള്ള ഉദ്യോഗസ്ഥർ വഴിയോ ഭരണഘടന അനുസരിച്ച് വിനിയോഗിക്കണം. ആർട്ടിക്കിൾ 74. രാഷ്ട്രപതി തൻ്റെ ചുമതലകൾ നിർണ്ണയിക്കുന്നതിൽ സഹായിക്കുവാനും ഉപദേശിക്കുവാനും വേണ്ടി പ്രധാനമന്ത്രി തലവനായ ഒരു മന്ത്രിസഭയുണ്ടായിരിക്കണം. ഈ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. മൂന്നാമത്തതാണ് ആർട്ടിക്കിൾ 75. മന്ത്രിസഭ കൂട്ടായി ലോക്സഭയോട് ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. ഈ വ്യവസ്ഥയാണ് പാർലമെന്ററി ഭരണരീതിയുടെ അടിസ്ഥാനം. 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം 1976 ഇന്ദിരാഗാന്ധി സർക്കാർ നടപ്പിലാക്കിയ ഭേദഗതി പ്രകാരം പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ രാഷ്ട്രപതിയെ ബാധ്യസ്ഥനാക്കി. ഇതിനുശേഷം 1978 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മൊറാർജി ദേശായി സർക്കാർ നടപ്പിലാക്കിയ ഒരു മാറ്റം രാഷ്ട്രപതിക്ക് ഒരു ഇളവ് നൽകുകയുണ്ടായി. അതായത് മന്ത്രിസഭ നൽകുന്ന ഉപദേശം ഒരിക്കൽ പുനഃപരിശോധനയ്ക്കായി തിരികെ അയക്കുവാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകി. എന്നാൽ പുനഃപരിശോധിച്ച ശേഷം മന്ത്രിസഭ നൽകുന്ന ഉപദേശം രാഷ്ട്രപതി ബൈൻഡിംഗ് ആയിരിക്കും. അതായത് രണ്ടാമത് ലഭിക്കുന്ന ഉപദേശം രാഷ്ട്രപതി അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. 1997 ഒക്ടോബറിൽ ഉത്തർപ്രദേശിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ ക്യാബിനറ്റ് അന്നത്തെ പ്രസിഡന്റായിരുന്ന KR നാരായണ് ശുപാർശ നൽകി. എന്നാൽ രാഷ്ട്രപതി ഈ വിഷയം പുനഃപരിശോധനയ്ക്കായി ക്യാബിനറ്റിന് തിരികെ നൽകി. ക്യാബിനറ്റ് ആ ശുപാർശയിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ 1998 സെപ്റ്റംബറിൽ BJP സർക്കാർ ബീഹാറിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ ശുപാർശ ചെയ്തപ്പോൾ പ്രസിഡന്റ് KR നാരായണൻ അത് വീണ്ടും തിരികെ അയച്ചു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം മന്ത്രിസഭ വീണ്ടും ഈ ഉപദേശം ഒന്നും കൂടി നൽകുകയുണ്ടായി. ഉപദേശം രണ്ടാമതും ലഭിച്ചതിനാൽ 1999 ഫെബ്രുവരിയിൽ ബീഹാറിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയുണ്ടായി. ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ ഞാൻ പഠിച്ച സ്കൂളിലെ സൂപ്പർ സീനിയർ ആയിരുന്നു. അടുത്തതാണ് രാഷ്ട്രപതിയുടെ വിവേചനാധികാരം. രാഷ്ട്രപതിക്ക് ഭരണഘടനാ പ്രകാരം പ്രത്യക്ഷമായ വിവേചനാധികാരങ്ങൾ ഇല്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ വിവേചനാധികാരങ്ങൾ ഉണ്ട്. അതായത് മന്ത്രിമാരുടെ ഉപദേശം കൂടാതെ രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്നർത്ഥം. ഒന്നാമതായി പ്രധാനമന്ത്രിയെ നിയമിക്കൽ. ലോക്സഭയിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതിരിക്കുന്ന സാഹചര്യം. അതുമല്ലെങ്കിൽ പ്രധാനമന്ത്രി ഓഫീസിലിരിക്കെ പെട്ടെന്ന് മരണമടയുകയും വ്യക്തമായ പിൻഗാമി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമയം. രണ്ടാമതായി മന്ത്രിസഭയെ പിരിച്ചുവിടൽ. മന്ത്രിസഭയ്ക്ക് ലോക്സഭയുടെ വിശ്വാസം തെളിയിക്കുവാൻ കഴിയാതെ വരുന്ന സാഹചര്യം. മൂന്നാമതായി ലോക്സഭ പിരിച്ചുവിടൽ. മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമാകുന്ന സാഹചര്യങ്ങളിൽ. അപ്പോൾ ഇതോടുകൂടി 17-ാമത്തെ ചാപ്റ്ററായ പ്രസിഡന്റ് ഇവിടെ
കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് വരുന്ന വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് പഠിക്കാം. അതിനു മുമ്പ് നമുക്കിത് മുഴുവനായി ചേർത്ത് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് ഇടണം. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇടാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഒത്തിരി എഫോർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ലക്ഷ്മികാന്ത് തീർക്കാനായിട്ട്. നിങ്ങൾ പറ്റുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ 17ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രസിഡൻറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.